Okay. Did you understand the third question? Who Who was that? Take page number 96. We are doing the exercise 6.1a. Yes. We are already done the 3 questions, right? 3 questions explain ചെയ്തത് മനസ്സിലായില്ലേ എല്ലാവർക്കും? Yes. Now we are moving on to the fourth one. Please identify the figure. What is that? Is it a triangle, square, rectangle, or any other figure? What is it? Yes, it's a rectangle. അതിന്റെ 2 sides equal ആണ് അല്ലേ? Opposite sides are equal and opposite sides are parallel to അല്ലേ? It is also a rectangle. So what is the equation to find out the perimeter of a rectangle? What is the equation to find out the perimeter of a rectangle? എന്തായിരുന്നു? 2 into length plus breadth. 2 into length plus breadth. ഇങ്ങനെ വന്ന അതിനർത്ഥം as per BODMAS rule, we have to add the length and breadth, then only multiply it with 2. Okay? First നമ്മൾ breadthും lengthും add ചെയ്ത് കിട്ടുന്ന വാല്യൂനെ 2 കൊണ്ട് multiply ചെയ്യണം. First addition ചെയ്യണം. Since it is in the bracket, we should do the addition operation first, then only we should multiply it with 2. Okay? മനസ്സിലായില്ലേ? ലാസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞ അതേ കാര്യമാണ്. Okay. Here suppose 10 centimeter is the length and breadth, then what would be the breadth of the rectangle? Yes, 2 is the breadth of the rectangle. Just substitute the values in the equation. Values equation substitute ചെയ്യുമ്പോൾ we get like this, and we are going to do the operation as per BODMAS rule. That means okay, first we have to do what? എന്താ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ആദ്യം? 10 plus 2. Yes, we have to find, sorry, we have to add 10 plus, we have to add 10 with 2 and write the value here. First നമ്മൾ addition ആണ് ചെയ്യുന്നത്. Since it is in the bracket of ആണ് നമ്മൾ BODMAS rule പ്രകാരം ഫസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രാക്കറ്റിലുള്ള ഓപ്പറേഷൻ ആയ അഡീഷൻ ഫസ്റ്റ് ചെയ്തു, അതിന്റെ വാല്യൂ എഴുതി. Now we are going to do the second operation as per BODMAS rule, multiplication only. അവിടെ multiplication മാത്രമേ അവിടെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് just multiplication മാത്രം ചെയ്താൽ മതി അല്ലേ? So what is the value? What is the perimeter of this rectangle?
24 centimeter. 24 centimeter. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എക്സാമിന് ജസ്റ്റ് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 10 + 10 20 അല്ലേ? സോ യെസ് 20, 20 + 2 22, 22 + 2 24. ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കൂടെ നോക്കാം. അപ്പൊ നിങ്ങൾ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്യാറുണ്ടോ അങ്ങനെ? രണ്ട് മെത്തേഡിൽ ആക്ച്വലി നമുക്ക് പെരിമീറ്റർ ചെയ്യാം, കണ്ടുപിടിക്കാം. ഒന്ന് ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ ഒന്ന് സിംപ്ലി ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, in the next question. ചെറിയൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? Okay, ask me. മിസ്, പിന്നെ ഈ ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പം രണ്ട് മെത്തേഡ് ഗുണിച്ചിട്ടും കൂട്ടിയിട്ടും ചെയ്യാൻ കഴിയില്ലേ? പറ്റും. You can opt any method. ഇതിലിപ്പോ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദീസ് ഫിഗേഴ്സ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡിലും നിങ്ങൾക്ക് ആൻസർ കാണാം, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടാന്നുള്ളതാണ്. പക്ഷെ കുറച്ചുകൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. കാരണം ഒരു ഇക്വേഷൻ നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുണ്ടല്ലോ, അതിനൊരു അപ്ലിക്കബിലിറ്റി വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് വഴി നിങ്ങൾ കൂടുതൽ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്ത് വെച്ചാലും മതി. ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് അല്ലേ കിട്ടുക? സോ നോ പ്രോബ്ലം. പക്ഷെ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഈ എക്സസൈസ് തന്നെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. ചില പ്രോബ്ലത്തിൽ ഫിഗർ തരില്ല, ജസ്റ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം സ്പെസിഫൈ ചെയ്യും, അല്ലെങ്കിൽ സൈഡ് മാത്രം സ്പെസിഫൈ ചെയ്യും. അങ്ങനെ ഉള്ള കേസിൽ ഈ ഇക്വേഷൻസ് വെച്ചാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, that's a B. Find the perimeter of these triangles whose sides are given below. ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. We need to find the perimeter of those triangles. ആ ട്രയാങ്കിൾസിന്റെ ഫിഗേഴ്സ് അവിടെ ഇല്ല. We don't have the figures over there, but we have the values of the side, the length of the sides. നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താ? We have the length of its sides അല്ലേ? ട്രയാങ്കിളിന്റെ സൈഡ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയൊന്നുമില്ല. ഓക്കെ, what we have to do to find the perimeter of a triangle? That is a simple equation, or what we have to do to find the perimeter of a triangle? Sum all the lengths of the Sum of all its sides. Sum of all its sides, അതാണ് ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ എല്ലാം തുക അല്ലെങ്കിൽ സം. ആ സൈഡ്സ് എല്ലാം കൂട്ടിയാൽ നമുക്ക് ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടും. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇറ്റ്സ് ആൻ ഇക്വേഷൻ ആൻഡ് യു ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ്. ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. യു ഹാവ് ടു കോപ്പി ദാറ്റ് യുവർ നോട്ട്ബുക്ക്. അത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. യു ഷുഡ് നെവർ ഫോർഗെറ്റ് ദാറ്റ്. അതൊരിക്കലും മറക്കരുത്. നിങ്ങളെ മാത്സ് പഠിക്കുന്നോളം കാലം അത് ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ ആണ് സം ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് അല്ലേ? അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സൈഡിൽ നോട്ടിന്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് റഫായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. നിർബന്ധമില്ല, പക്ഷെ ഒന്ന് വരയ്ക്കാം. വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഓരോ സൈഡ്സിലും ആ തന്നിരിക്കുന്ന ലെങ്ത്, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 8 സെന്റിമീറ്റർ, 4.2 സെന്റിമീറ്റർ, 5.1 സെന്റിമീറ്റർ. ജസ്റ്റ് ഒരു റഫ് ഫിഗർ മതി. നിങ്ങൾ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? I'll show you. This is a rough triangle. കറക്റ്റ് സൈസ് അല്ല, അതിൽ പറഞ്ഞ പോലെ അല്ല ഞാൻ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് വരച്ചു, അതിന്റെ സൈഡ്സ് ഒന്നും മെൻഷൻ ചെയ്യുന്നുള്ളൂ. ആ തന്നിരിക്കുന്ന വാല്യൂസ് ഓരോ സൈഡിൽ നിന്ന് അസൈൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിള്, ഒരു റഫ് ഫിഗർ അവിടെ വരയ്ക്കാം.
ഒരു സൈഡ് 8 centimeter ആണ്, other side is 4.2 centimeter, and one more side left, that is 5.1 centimeter. centimeter. Okay. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താ ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടില്ലേ? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ജസ്റ്റ് റഫ് ആയിട്ട്, അധികം ടൈം ഒന്നും കളയേണ്ട, റഫ് ആയിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിന് തന്നിരിക്കുന്ന സൈഡ്സ് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ഈ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈക്വൽ ടു സം ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. അപ്പൊ ഇനി സൈഡ്സ് ഏതൊക്കെയാന്ന് അവിടെ മെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ് 8 പ്ലസ് 4.2 പ്ലസ് 5.1. നിങ്ങൾക്ക് ഡെസിമൽ അഡിഷൻ അറിയോ? ഡെസിമൽ അഡിഷൻ, ഡെസിമൽ സബ്ട്രാക്ഷൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? Yes, you know that. Then no problem, you can simply add this. വേഗം ആഡ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. H-നെ you can consider as 8.0. It is same as 8. 8ഉം 8.0 എന്ന് പറയുന്നതും സെയിം ആണ്. ഡെസിമൽ അഡീഷന് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. $17.3. 2 plus 1 here. Decimal, yes, ഡെസിമലിന്റെ റൈറ്റ് സൈഡിലെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യാണ്. 2 plus, okay, okay. എല്ലാവർക്കും 17.3 ആണോ കിട്ടിയത്? Okay, that is the correct answer. 17.3. Okay, let's move on to the next question. So, answer ഇവിടെ കൂടെ എഴുതണം. Perimeter of the triangle equal to what? 17.3 centimeter. You have to mention the unit also. Do not forget to mention the unit, okay? Okay. What is the next question? It is also to find the perimeter of a triangle. Same equations ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, only the values are different അല്ലേ? So, ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതൊക്കെയാ വരാ? Its sides are 4.5 centimeter. Second question ആണ് 5.2 centimeter. .6 centimeter. അല്ലേ? Is it correct? Second question, find the perimeter of the triangle whose sides are 4.5 centimeter, 5.2 centimeter, and 8.6 centimeter. These are the sides of the triangle. Okay, to find the perimeter, what we have to do? What we have to do? Just add these sides. Just add 4.5, 5.2, and 8.6. And give me the answer. All of you do it fast and give me the answer. Okay. എല്ലാവരും ഒന്ന് ചെയ്യട്ടെ. ഒരു few minutes, few seconds കൂടെ കൊടുക്കാം.
Okay, did you get the answer? Yes. Yes. Okay, what is the answer? 18.3. 18. 80.3. 18.3. 18.3 is the answer. So 6 plus 2, 8. 8 plus, okay, 3.5, 10, 18. Okay, 18.3 is the answer. 18.3 centimeter. You have to say it like that. Okay, do not forget that unit. And the unit പറയാൻ മറക്കരുത് കേട്ടോ. 18.3. Okay. Then next question. Okay, what are its sides? One side is 2.5 centimeter. Yes. Other side is 3.8 centimeter. 6.2 centimeter. പിന്നെ നിങ്ങൾക്ക് വരാവുന്ന ഒരു വേറൊരു മിസ്റ്റേക്ക്, നിങ്ങൾ ഈ വാല്യൂസ് നോക്കി എഴുതുമ്പോൾ തെറ്റിക്കും. 6.2ന് പകരം വേണമെങ്കിൽ 6.4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അപ്പോൾ ആൻസർ കോപ്പി ചെയ്യും. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. 2.5 centimeter, 3.8 centimeter, 6.2 centimeter. Okay. So find the answer. ഇപ്പൊ എന്റെ ഹെൽപ്പ് വേണ്ടല്ലോ ഇനി. You don't need my help now? വേണ്ട. Okay, good. മിസ്സേ പറയണോ? No, let others also do. Just a second, wait few seconds. മിസ്സേ ആൻസർ കിട്ടി. Everybody got the answer? Yes. Then give me the answer. 12.5 centimeter. 7.7. Different answers. 12 ഇല്ല മിസ്സേ. Different answers we got. Okay. Wait. We got 2.5. Then what? 3.8. After that, 6.2. We're going to add this. 8 plus 2, 10. 10 plus 5, 15. We are writing 5 over there and 1 is the carry. Then 1 plus 2. 1 is the carry. 1 plus 2, 3. 3 plus 3, 6. 6 plus 6, 12. What is the answer? 12.5 centimeter. 12.5 centimeter. 12.5 centimeter. That is the correct answer. Right? Okay, 12.5 centimeters is the perimeter of the triangle with the sides. Okay. Fourth one, you can do it alone. Now you are expert in finding the perimeter of the triangle, right? You don't need my help now. Just find it yourself. Now let's leave the triangle. Let's move on to the rectangles. Let's find the perimeter of the rectangles. Okay. Triangles നിങ്ങൾ expert ആയല്ലേ? ഇനി നമുക്ക് rectangles ഉണ്ടല്ലോ. Okay. .1. C1. മിസ്സേ നാലാമത്തെ ചെയ്യട്ടാ? You can do it as a homework and let's not waste time for that. മിസ്സേ പറയുന്ന അടുത്ത സൗണ്ട് പോകുന്നുണ്ട്. Okay, it's my mic problem. I have to hold it like this. Okay. മിസ്സേ അടുത്ത സി അല്ലേ? Yes, see. We are going to find the perimeter of rectangles now. Okay. Here in the question, find the perimeter of these rectangles whose sides are given below.
we have the length and breadth in each questions. They gave us the length and breadth, right? Length and breadth ഉണ്ട് എല്ലാ ക്വസ്റ്റിനും അല്ലേ? So we can use the equation to solve this problem. നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലേ? പഠിച്ചിട്ടില്ലേ നമ്മൾ നേരത്തെ? ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. ടു ഫൈൻഡ് the perimeter of a rectangle equal to 2 into length plus breadth അല്ലേ? ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. So you have to rewrite the data in your hand. That is length equal to 8 centimeter. Then breadth equal to 4 centimeter. ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ ആണ്. നിങ്ങൾ അതേപോലെ ആൻസറിൽ എഴുതുമ്പോൾ എടുത്തെഴുതാം. Then in the third step, write perimeter of the rectangle. That is equal to, here you are going to write the equation to solve this. ഇവിടെ നിങ്ങൾ ആ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. In the third step, 2 into length plus breadth. ഇല്ലേ? ഇതല്ലേ ഇക്വേഷൻ? This is the equation to find the perimeter of the rectangle. Okay. In the next step, just substitute the values. ഇത്ര എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറിലേക്ക് എത്തി. ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക. ആ ഒരൊറ്റ കാര്യമുള്ളൂ. ഇത്രയും സ്റ്റെപ്സ് നിങ്ങളുടെ ആൻസറിൽ മെൻഷൻ ചെയ്താൽ ഇറ്റ് ഡസ് മീൻസ് യു നോ സംതിങ് അബൌട്ട് ദിസ്. ഇത് ഇത്രയും നിങ്ങളുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. അപ്പോൾ ഫുൾ മാർക്ക്, ഇനി ആൻസർ തെറ്റാണെങ്കിൽ ഫുൾ മാർക്ക് ലോസ് ആവില്ല. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി സിമ്പിൾ. തന്ന കാര്യങ്ങൾ അതേപോലെ നോക്കി എഴുതി വേണ്ടു. ലെങ്ത് എത്രയാ? വാട്ട് ഈസ് ദ ലെങ്ത്? ഇത് സാധാ കൂട്ടുന്ന പോലെ കൂട്ടിയാൽ മതി. സാധാ കൂട്ടുന്ന പോലെയും കൂട്ടാം, പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ദ ഇക്വേഷൻ ഹിയർ. When you have length and breadth, usually use these equations to solve this. Okay? Okay. What is the length? What is the length of this rectangle? 8 centimeters. 8 centimeters. Yes. What is the breadth? 4 centimeters. 4 centimeters. 4 centimeters. So, since 8 plus 4 is in bracket, we are going to solve that first. 2 into 8 plus 4. 8 plus 4. 12. Yes. Then 2 into 12. 24. 24 centimeter is the perimeter of the rectangle. Someone is talking there. Who's that? Okay. Isn't it very simple? Simple alle? Yes. Yes. ഗുണിക്കും ചെയ്യാ കൂട്ടും ചെയ്യാ. മനസ്സിലായില്ല, എന്ത് നീ ഉദ്ദേശിച്ചേ? ഇത് ചെയ്യുമ്പം ഇതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ ഗുണിക്കും ചെയ്യാ കൂട്ടും ചെയ്യാ. റെക്ടാങ്കിളിന്റെ കേസാണോ? സൈഡ്സ് ഇങ്ങനെ 4 സൈഡും ആഡ് ചെയ്യുന്ന കേസും പിന്നെ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞ നീ? ഓക്കെ ഓക്കെ. പക്ഷെ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും തന്ന കേസിൽ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ അത് സോൾവ് ചെയ്തു. അതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the next question? C is second question, alle? Second question in C.
We just need to മനസ്സിലായിട്ട് hmm? മനസ്സിലായിട്ട് മിസ്സേ. We are going to do the second question in C. Find the perimeter of this triangle, rectangle whose sides are given below. മുമ്പത്തെ ഒന്നുകൂടെ കാണിക്കോ? ഏതാണ്? Which one? No need to write the answer. I'm sharing these answers in the group. ഞാൻ ഈ ആൻസേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് ഓൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഷെയർ ചെയ്ത് അപ്പോൾ ഫിനിഷ് ചെയ്താലും മതി. ബട്ട് യു ഹാവ് ടു ഫിനിഷ് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, ബിഫോർ നൈറ്റ്. ഈ ആൻസേഴ്സ് എല്ലാം ഞാനത് ഇതേപോലെ സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ. In C2, read out the data. In C2, length equal to, look at the textbook C2, length equal to 25 centimeter, breadth equal to 20 centimeter, right? That is the data in our hand. So ഇത് ഞാൻ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഞാൻ ഇവിടെ അത് മാറ്റി കൊടുക്കാം. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇങ്ങനെ ആൻസർ ലെങ്ത് ഈക്വൽ ടു 25 centimeter മെൻഷൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ബ്രെഡ്ത്ത് എന്ന് എഴുതുക. ബ്രെഡ്ത്ത് ഈക്വൽ ടു 20 centimeter. Then write the equation to find out the perimeter of the rectangle. That is, perimeter of the rectangle equal to 2 into length plus breadth. അല്ലേ ജോസി? യെസ്, ആ ഇക്വേഷൻ എഴുതി വയ്ക്കാം. അത്രയും എഴുതി കഴിഞ്ഞിട്ട് then substitute the values. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2 into ലെങ്ത് എത്രയാ? വാട്ട് ഈസ് ദ ലെങ്ത്? Yes, 25 plus what? Breadth, that is 20. Okay. Okay. Ask me. What is the doubt? ഇപ്പൊ 20 സെന്റിമീറ്റർ ആയില്ലേ? അന്നേരം 20ന്റെ പകുതി ആയിരിക്കും. രണ്ട് ഭാഗവും കൂടി ആകുമ്പോ 20ന്റെ ഒരു സൈഡിൽ 10 മറ്റേ സൈഡിൽ 10 അങ്ങനെ ആയിരിക്കൂലേ? അങ്ങനെയല്ല. ബ്രെഡ്ത്ത് എന്ന് ഉദ്ദേശിച്ചത് ഒരു സൈഡിനെ ഉദ്ദേശിച്ചേ പറയാറുള്ളൂ. നീളം എന്ന് പറഞ്ഞാല് ഒരു സൈഡിലെ മാത്രമേ ഉള്ളൂ. ബ്രെഡ്ത്തും ഒരു സൈഡ് വെച്ചാൽ രണ്ടും കൂടെ കൂടിയിട്ടല്ല തരാം. സിംഗിൾ സൈഡ്. അങ്ങനെ ചിന്തിക്കേ വേണ്ട കേട്ടോ. ഇല്ലെങ്കിൽ അത് വേറെ സ്പെസിഫൈ ചെയ്ത് 2 times the breadth അങ്ങനെ എന്തെങ്കിലും അവർ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ഇനി ചെയ്തോ. ഇത്ര എത്തിക്കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ കയ്യില ഡു ദ ഓപ്പറേഷൻസ്. ഇത്ര എത്തിക്കണം. ഇത്ര എത്തിക്കുന്നതിലാണ് നിങ്ങൾ പഠിക്കുന്നതിന്റെ കാര്യം വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ബേസിക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അറിയാമെങ്കിൽ ഇറ്റ്സ് ഡൺ. Josie, are you doing the work? Kitty. Okay, good. Everybody got the answer? Okay, Ruwais, what is the answer? What's the answer? Please unmute. I can't hear you. Unmute yourself. Tell me. Where did you go? Ruwais, unmute yourself. I can't hear you. Why I can't hear you? Okay. Is 90 your answer? Those who got 90, please raise your hand. Okay, very good. 90 centimeter is the perimeter of the rectangle.
മിസ് ഇതൊന്നും മനസ്സിലായിട്ടില്ല. എന്താ മനസ്സിലാവാഞ്ഞേ? 90 സെന്റിമീറ്റർ അങ്ങനെ വന്ന് അങ്ങനെ ആരോ കോള് വന്നിനി. എന്തോന്നു? 90 സെന്റിമീറ്റർ അങ്ങനെ വന്ന നീ കാൽക്കുലേഷൻ ചെയ്തില്ലായിരുന്നോ? ഇല്ല. ചെയ്യണ്ടേ? 2 into what is 25 plus 20? 45. 45. What is 2 times 45? 2 into 45? 90. Yeah. അപ്പൊ 90 എങ്ങനെ വന്നു മനസ്സിലായോ? ഈ 90 ആ പറയുന്ന മിസ്സ? പിന്നെ ഏത് 90 ആ? ഞാൻ വിചാരിച്ച് 19 ആണ്. No, just 90. Okay. 3 and 4 നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഈ ഒരു മെത്തേഡില്. മനസ്സിലായി. ഓക്കെ അല്ലേ? ഇത് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? Is it clear to you? മിസ്സ ആദ്യം 25 പ്ലസ് 20 അത് കൂട്ടണം. അന്നേരം ഇപ്പൊ 45 കിട്ടിയില്ലേ? ഇതില് 2 ഗുണിക്കണം 45 അങ്ങനെ ആൻസർ കിട്ടുന്നല്ലേ? യെസ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാ വെച്ചാല് ഫ്രോം ദിസ് ഇക്വേഷൻ വി റീച്ച് ദാറ്റ് പോയിന്റ്. പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ ടു 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഈ ഇക്വേഷൻ അറിഞ്ഞാലേ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ്. ആ ഇക്വേഷൻസ് ഞാൻ ബോക്സിലാക്കി തന്നെ തന്നതുണ്ട്. യു ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ്. അത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ. 3 and 4 you do it yourself. Okay. Now let's move on to the D. Dയിൽ എന്താ പറയുന്നേ? Dയിൽ what is in D? Find the perimeter of this square. Isn't it very easy? How can we find the perimeter of a square? What we have to do? What we have to do? 4 into length of a side. Yes. Just multiply the side given in the question with 4. അത്രേ ചെയ്യണ്ടു. 4 മാത്രമേ മൾട്ടിപ്ലൈ 3 കൊണ്ടോ 2 കൊണ്ടോ 5 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 4. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. To find the perimeter of the square, multiply the given side with 4. Okay? Let's start writing the answer. Miss അന്നേരം പിന്നെ 4 ഗുണിക്കണം 8 സെന്റിമീറ്റർ അങ്ങനല്ലേ? യെസ്. സോ ഫസ്റ്റ് നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നത് സൈഡ് ഓഫ് ലെങ്ത് ഓഫ് എ സൈഡ്. ആ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. അത് മാത്രമേ തന്നിട്ടുള്ളൂ. നോക്ക്, റെക്ടാംഗിളിന്റെ കേസിൽ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നു. ഇൻ ദ കേസ് ഓഫ് സ്ക്വയർ വി ഗോട്ട് ഓൺലി വൺ സൈഡ്. ഒറ്റ ഡാറ്റയെ തന്നിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് പെരിമീറ്റർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ when we start writing the answer, you have to write length of a side. That is, for first question, what is the length of the side of the square? 8 centimeter. Yes, very good. That is 8 centimeter. That is the data available in our hand. അല്ലേ? അതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ. centimeter. In second step, write the equation. Perimeter of a square equal to, yes, 4 into length of a side. Other equation, that is the equation.
Perimeter of a square equal to 4 into length of a side. Now you just substitute the value. That is 4 is already there into, just substitute the value for the length of a side. That is, what is the length of a side? 8. 8 centimeter. Okay, now you just multiply these two values. What is the answer? 32. 32 centimeter. Yes, very good. 32 centimeter is the perimeter of this square. Perimeter of the square with the side 8 centimeter. Okay. Very simple. Compared to rectangle, to find the perimeter of a square is very easy. I like that. What about you? Do you like square or rectangle? Which one you like? Square makes our calculations very easy. That's why I like square. Okay. Second question. This also to find the perimeter of the square. What is the data? The side is, what is the side length of a side? What is the length of a side? In seconds? Yes. ജോയിൽ ഇപ്പൊ ക്ലാസ് ഉണ്ടായിരുന്നു മിസ് 2:30. Okay. You continue here. It's okay. I'm going. The session will end in 2 minutes. Don't worry. He can join. Ready? Okay. What is the length of a side of the square? Second question. As per second question. 6.2 centimeter. 6.2 centimeter is the length of the side. Now, perimeter of a square equal to 4 into length of a side. Then substitute the value, that is 4 into what? 6.2. Ille? Josie, what is the answer? Calculate the answer. Parne? Miss Aina. Just do multiplication. Miss. Finished? Josie, did you do the calculation? Do not waste your time for Joel. He will attend the class soon. Yes. Okay. 24.8 centimeter. 24.8 centimeter. Answer kittiyoraarikya who got 24.8 centimeter? Raise your hand. Adul got. Muhammad, Hanna, Adityan. Grace, you didn't get? Grace. What about Angel? Okay. What is the answer? 24.8 centimeter is the length of the, perimeter of the square. Okay. Can you say if a side of a square is 10 centimeter, what would be its perimeter? The side is 10 centimeter. So the length of a side is 10 centimeter. Then what would be its perimeter? 40 centimeter. Okay, very good. And if it is 25 centimeter, what would be its perimeter? Its length is 25 centimeter. The side is 25 centimeter. 100 centimeter. 100. Very good. Okay, very good. If it is 4.2, can you do it so